വനിതാ പ്രവർത്തകർ കൂട്ടത്തോടെ നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങുന്ന അവസ്ഥയിലേക്ക് സിപിഎമ്മിന് മൂല്യച്യുതി സംഭവിച്ചതിനെക്കുറിച്ച് പാണ്ഡ്യാല ഷാജി പറഞ്ഞതെന്താണെന്നൊന്ന് കേട്ടുനോക്കാം. അണികൾ നേതാക്കന്മാരുടെ തനി നിറം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അബദ്ധസഞ്ചാരികളെയും പാർട്ടിയെ വിറ്റ് പുട്ടടിക്കുന്നവന്മാരെയും ഇനിയും സഹിക്കാനാവില്ലെന്നൊരു വിഭാഗം തെരുവിലിറങ്ങി പറയുമ്പോൾ ഈ പാർട്ടി പൂർണ്ണമായും ചീഞ്ഞളിയുകയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നമ്പ്യാർ, ഈ പാർട്ടി അതിന്റെ സമ്പൂർണമായ ആത്മനാശത്തിലേക്കുള്ള യാത്രയാണ്. ഇത് ഞാൻ സാധാരണയിൽ ഈ ഡിബേറ്റിൽ വന്നിരിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് നിരന്തരമായി ഞാൻ ആവർത്തിക്കുന്ന സംഭവമാണിത്. ഈ ചർച്ചക്കകത്ത് പങ്കെടുക്കുമ്പോഴും ഞാൻ വളരെ ഹൃദയവേദനയോടെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ ജാഥക്കകത്ത് പങ്കെടുത്തിട്ട് ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. സ്ത്രീകൾ അവർ ഉയർത്തുകയും അവർ പറയുകയും ചെയ്യുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റുകളെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളൊന്ന് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ന് മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത്തരം ഒരു അപജയത്തിലേക്ക് യാത്ര ആരംഭിച്ചത് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ചോദ്യം. ആ ചോദ്യത്തിനുള്ള ആദ്യമധ്യാന്തമായിരിക്കുന്ന ഒരു ഉത്തരം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആവാനുള്ള ശ്രമം നടത്തുകയും അങ്ങനെ പാർട്ടി സെക്രട്ടറിയായി അയാൾ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സാമ്പ്രദായികവും സാമൂഹികവും രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ അതിന്റെ എല്ലാവിധ സംഘടനാ മര്യാദകളെയും കാറ്റിൽ പറത്തി അതിനെ പുനഃസംഘാടനം ചെയ്യുകയായിരുന്നു ഇയാൾ. ഈ പുനഃസംഘാടനം ഇയാൾ നടത്തിയതിൽ പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് അയാൾ യാത്രയൊരുക്കുകയും അയാൾ അതിൽ അവരോധിക്കപ്പെടുകയും ചെയ്തതോടെ മുകളിൽ നിന്ന് താഴേക്ക് പാർട്ടിയെ ഇയാൾക്ക് അനുസൃതമായ രീതിയിലേക്ക് ഇയാൾ ഇതിനെ വീണ്ടും കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. ഇതിന്റെ അനിവാര്യവും സ്വാഭാവികവുമായ രാഷ്ട്രീയ ദുരന്തമാണ് സത്യത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആഫീസിലേക്കാണ് പാർട്ടിയുടെ സഖാക്കൾ ജാഥ നയിക്കുന്നത്. ചെറുതല്ല വിഷയം. അനധിവിദൂര ഭാവിയിൽ, ഞാൻ എപ്പോഴും ആവർത്തിക്കുന്നതല്ല ഇത്, അനധിവിദൂര ഭാവിയിൽ ഈ ഇത്തരത്തിലുള്ള ജാഥകൾ എവിടത്തേക്കും വരുമെന്നറിയോ? എവിടത്തേക്കും വരുമെന്നറിയോ? അതിന്റെ ആസ്ഥാന മന്ദിരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ഇതിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇതോടൊപ്പം തന്നെ നമ്മൾ തിരിച്ചറിയണമെന്ന മറ്റൊരു വിഷയം, ആരാണ് സത്യത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ റോൾ മോഡൽ? ആരാണ്? ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം. അത് മറ്റാരുമല്ല, അത് ചെഷസ്ക്യൂ ആണ്. മാത്രമോ ചെഷസ്ക്യൂവിന്റെ ഭാര്യയാണ്. കൂടുതലൊന്നും പറയാനില്ല. സിപിഎമ്മിനെ സർവനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കേരള ചെഷസ്ക്യൂവിനെ നീട്ടിപ്പിടിച്ചൊരു ലാൽ സലാം.